എക്സാമിന് എക്സാം സെന്ററിൽ പോയി കഴിഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ പാനിക് ആകാറുണ്ട്. എക്സാം സെന്ററിൽ പല കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നേരത്തെ അവർക്ക് ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നീട് അവർക്ക് എക്സാം കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കാറില്ല. സോ PT എക്സാം സെൻറ്ററിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. ഫസ്റ്റ് തിങ്, നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ പാസ്പോർട്ട് എടുക്കുക. പാസ്പോർട്ട് അല്ലാതെ വേറൊരു ID പ്രൂഫും അവർ അപ്രൂവ് ചെയ്യില്ല. പാസ്പോർട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാനും പറ്റില്ല, നിങ്ങൾക്ക് റീഫണ്ട് കിട്ടത്തതുമില്ല. ഓക്കെ. ആൻഡ് എക്സാമിൻ്റെ കറക്റ്റ് സമയം, അതായത് 9 മണിക്കാണ് നിങ്ങളുടെ എക്സാം എങ്കിൽ 9:02 നിങ്ങൾ എക്സാമിന് എത്തിയാലും നിങ്ങൾക്ക് എക്സാം എഴുതാനും പറ്റില്ല, റീഫണ്ട് കിട്ടത്തതുമില്ല. സോ ഒരു 8:30 നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തിയിരിക്കണം. എക്സാം സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ നമ്മളെ ഫുൾ ബോഡി ഒന്ന് സ്കാൻ ചെയ്യും. ഫുൾ ബോഡി സ്കാൻ ചെയ്യുമ്പം, അതായത് അവിടെ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ലാത്ത സാധനം എന്ന് വെച്ചാൽ വലിയ ഡയലുള്ള വാച്ച്, വലിയ തലയിലുള്ളൊക്കെ ബാൻഡില്ല, വലിയ ബാൻഡ്, വലിയ വള അല്ലെങ്കിൽ വലിയ മാല, അതൊന്നും അലൗഡ് അല്ല. പിന്നെ ഈവൻ സ്പെക്സ് പോലും അവരെടുത്ത് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കും. സോ നമ്മളെ ഫുൾ ബോഡി സ്കാൻ ചെയ്യും, നമ്മുടെ പോക്കറ്റ്സ് എല്ലാം അവർ നമ്മളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കും. സോ ഫുൾ ബോഡി സ്കാൻ ചെയ്യും. അതിനുശേഷം നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ്സ് അവരെടുക്കും. അതിനുശേഷം നമുക്ക് അവരൊരു വലിയൊരു നോട്ട് പാഡും 2 മാർക്കർ പേനയും തരും. നോട്ട് പാഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബുക്ക്ലെറ്റിൻ്റെ പേജസ് പേപ്പർ കൊണ്ടുള്ള പേജസ് അല്ല, പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുള്ള പേജസ് ആയിരിക്കും. നമ്മൾ സ്പൈറൽ ബൈൻഡ് ചെയ്യുമ്പോൾ ഫ്രണ്ടിലും ബാക്കിലും പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടല്ലേ അവർ സ്പൈറൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓരോ പേജസും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുള്ള പേജസ് ആയിരിക്കും. സോ ആ ബുക്ക്ലെറ്റ് കുറച്ച് അത്യാവശ്യം വലുതാണ് ആൻഡ് അത്യാവശ്യം പേജസ് ഉണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് 2 മാർക്കർ പേനയും കിട്ടും. അപ്പം നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ മാർക്കർ പേന തെളിയുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. വൺസ് നിങ്ങൾ എക്സാം സെൻറ്ററിലേക്ക് കയറി കഴിയുമ്പോഴത്തേന് പല കൺട്രിയിലും പല രീതിയിലായിരിക്കും എക്സാം സെൻറ്റർ. പൊതുവേ വരുന്ന എക്സാം സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു സെൻറ്ററിൻ്റെ അകത്ത് ഒരു 10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും എക്സാം സെൻറ്റർ ഉണ്ടാവുക. അതായത് ചില സ്ഥലത്ത് മാത്രം 15 പേര്, ചിലയിടത്ത് 10 പേര്, ചില സെൻറ്റേഴ്സിലൊക്കെ 4 പേരൊക്കെ ഇരിക്കുന്ന സെൻറ്റേഴ്സ് ഉണ്ട്. ഖത്തറിലൊക്കെ 4 പേര് 5 പേര് ഇരിക്കുന്ന സെൻറ്റേഴ്സ് ആയിരിക്കും. അപ്പം നമ്മൾ ഇരിക്കുന്ന തൊട്ടടുത്തടുത്തായിരിക്കും ആളുകൾ ഇരിക്കുന്നത്. ബട്ട് നമുക്ക് ആൾക്കാരെ കാണാൻ പറ്റില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു പാർട്ടീഷൻ പോലെ ഉണ്ടാവും. പക്ഷേ ബാക്കിയുള്ളവർ പറയുന്നതെല്ലാം നമ്മൾക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ റീസെൻ്റ് യു കെയിൽ ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അവരുടെ ഒരു എക്സാം സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു സെൻറ്ററിൽ മാത്രമേ ഒരു ഡിഫറെൻറ്റ് റൂം പോലെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പം മെജോറിറ്റിയും 99% എക്സാം സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഹാളിൻ്റെ അകത്ത് 10 പേര് അങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. ആൻഡ് എല്ലാവരും കൂടെ ഒരുമിച്ചിട്ടായിരിക്കും സ്പീക്കിംഗ് പറയുന്നത്. സോ മറ്റൊരു വ്യക്തിയുടെ ശബ്ദം നമ്മൾക്ക് കേൾക്കാൻ പറ്റും. അപ്പം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളുടെ ഹെഡ്ഫോൺ, അവർ തരുന്ന ഹെഡ്ഫോൺ നമ്മൾ കുറച്ച് ടൈറ്റായിട്ട് വെക്കുക. എല്ലാവരും എക്സാം സെൻറ്ററിൽ കാരണം വലിച്ചു വാരി ഇങ്ങനെ കൂവി സംസാരിക്കരുത്. നമ്മൾ നോർമലി സംസാരിക്കുന്ന സ്പീഡ് എന്തോ അല്ലെങ്കിൽ സൗണ്ട് എന്താണോ അതിൽ മാത്രമായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. ഒത്തിരി ഉറക്ക വായിച്ചാൽ അത് ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവും. ആൻഡ് നമുക്ക് വേറൊരു ആൾ ഉറക്ക വായിക്കുമ്പോൾ ഡിസ്റ്റർബൻസ് ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് റേസ് ചെയ്യാം. അപ്പം എക്സാം സെൻറ്ററിൽ ആരെങ്കിലും വന്നിട്ട് നമ്മുടെ ഇഷ്യൂസ് എന്താണെന്ന് ചോദിച്ചിട്ട് ബാക്കി ആൾക്കാരുടെ അടുത്ത് അവർ പറയും വോളിയം കുറയ്ക്കണം. അപ്പോൾ നമ്മൾ എക്സാം സെൻറ്ററിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എക്സാം ഹോളിൽ ഇൻവിജിലേറ്റേഴ്സ് ആരും നിൽക്കത്തില്ല. നമ്മൾക്കോ നമ്മുടെ സിസ്റ്റത്തിനോ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമ്മൾ കൈ പൊക്കി കാണിക്കണം. നമ്മുടെ തലയുടെ മുകളിൽ ക്യാമറ ഉണ്ടായിരിക്കും. അപ്പം തന്നെ അവർ വരും ആൻഡ് ഇഷ്യൂ എന്താണോ അതവർ സോൾവ് ചെയ്ത് തരും. നിങ്ങളുടെ സിസ്റ്റത്തിന് എന്ത് ഇഷ്യൂ വന്നാലും അപ്പം തന്നെ അവരെ വിളിക്കണം. അല്ലാണ്ട് ഓക്കെ ഇഷ്യൂ മാറി കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടിരിക്കരുത്. നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല, ലിസണിങ് ചെയ്തപ്പോൾ ഏതെങ്കിലും ഓഡിയോ കേൾക്കുന്നില്ലെങ്കിൽ അവരോട് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സിസ്റ്റം വേണ്ട എന്ന് പറയാം. ഓക്കെ. ആൻഡ് പോകുമ്പോൾ നിങ്ങൾ കമ്പൽസറി ആയിട്ട് നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടും പോകണം. കാരണം ഇഷ്യൂസ് ഉണ്ട് എന്ന് അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്താൽ നമ്മുടെ ആ എക്സാം അവർ വീണ്ടും ഒരു വൗച്ചർ കോഡ് നമുക്ക് തന്നിട്ട് നമുക്ക് വീണ്ടും എക്സാം എഴുതാൻ പറ്റും. ഓക്കെ. ആൻഡ് നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം നമ്മൾ ഹെഡ്സെറ്റ് ചെക്ക് ചെയ്യും. അതായത് ഒരു പ്രീ ടെസ്റ്റ് ഉണ്ടാവും. ഹെഡ്ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടോ, മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യും. നമ്മൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് വോളിയം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് മാത്രമേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. പക്ഷേ ലിസണിങ് വരുന്ന, അതായത് ഓഡിയോസ് വരുന്ന പല ടാസ്കുകൾക്കും വോളിയം കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട, അവിടെ തന്നെ നിങ്ങൾക്ക് വോളിയം ബാർ ഉണ്ട്, നിങ്ങൾക്ക് വോളിയം കൂട്ടാനും കുറയ്ക്കാനും പറ്റും.
പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നോട്ട്സ് എഴുതി കഴിഞ്ഞാൽ, അതായത് സമ്മറൈസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, റീറ്റെലക്ഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ നോട്ട്സ് എഴുതുമല്ലോ. നോട്ട്സ് എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങളുടെ മാർക്കർ പേന അടച്ചു വെക്കണം. കാരണം നമ്മൾ AC-യിലാണ് ഇരിക്കുന്നത്. ഇത് തുറന്നാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് ഡ്രെയിൻ ഡൗൺ ടൈപ്പ് പോവും, പിന്നെ ഇത് വർക്ക് ചെയ്യത്തില്ല. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, പല കുട്ടികളും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എക്സാം കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു മെയിൽ വരും. ചിലർക്ക് 4 മണിക്കൂറിനുള്ളിൽ വരും, ചിലർക്ക് 1 ദിവസം കഴിഞ്ഞ് വരും. എപ്പോഴാണോ മെയിൽ വരുന്നത് അതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് റിസൾട്ട് വരുന്നത്. അപ്പോൾ എക്സാം സെൻറ്ററിൽ പോകുമ്പം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നിങ്ങൾ പോകണം. അല്ലെങ്കിൽ പെട്ടെന്ന് ആളുകൾ ഒരുമിച്ച് ഉറക്കെ പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെങ്കിൽ പാനിക്കാവും. ഏറ്റവും ആദ്യം വെച്ചേക്കുന്ന സ്പീക്കിംഗ് സെഷനാണ് വെച്ചേക്കുന്നത്. സോ എത്രത്തോളം കൂളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം അത്രത്തോളം കൂളായിട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിക്വയർഡ് സ്കോർ ഉണ്ടാവത്തുള്ളൂ. സോ പേഴ്സണലൈസ്ഡ് ഓൺലൈൻ കോച്ചിങ്ങിന് വേണ്ടിയിട്ടോ റെക്കോർഡഡ് ക്ലാസ്സസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ആൻഡ് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനെ കുറിച്ചിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കമൻറ്റ് ചെയ്യും. താങ്ക് യു.